അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 188. അപ്പൊ ഞങ്ങളെന്നാ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, മഴ കൊണ്ടതല്ലേ, പനിച്ചാലോ? അഗ്നിയിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അപ്പു പറഞ്ഞു. ആ വേഗം ചെല്ല് എന്റെ പൊന്നു കൊച്ചെ, ഇവനോ ബോധമില്ല, നിനക്കെങ്കിലും വേണ്ടേ? ഇനി പനി പിടിച്ച് എന്ത് ചെയ്യും? ആ രണ്ടും കൂടി വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോ. ചിത്തു പൊന്നുവിനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു നിർത്തി. അതമ്മേ, എനിക്ക് മഴ കൊണ്ടാ പനിയൊന്നും വരില്ല, അവള് പറഞ്ഞു. ആ വരാതിരുന്നാ കൊള്ളാം, രേഖയും പറഞ്ഞു. പൊന്നു ചെന്ന് തല തോർത്ത്. മീനു വലിയ ആളുകളെ പോലെ ഇടയ്ക്ക് കയറി. പൊന്നു അവളെയൊന്ന് നോക്കി. പുറത്തേക്ക് പോകുമ്പോൾ മുഖം വീർപ്പിച്ചു നിന്നവൾ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ പൊന്നുവിന് മനസ്സിലായി. പിന്നെ പറയാമെന്ന പോലെ മീനു കണ്ണിറുക്കി. പൊന്നു ചിരിച്ചു. അപ്പു, എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ, അകത്തേക്ക് പോ, ഇനി നനഞ്ഞു നിൽക്കണ്ട, അഗ്നി അപ്പുവിനോട് പറഞ്ഞു. ആ ഏട്ടാ. അപ്പു പൊന്നുവിനെ തന്നോട് ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. അല്ല, നിങ്ങളെപ്പോ എത്തി? അകത്തേക്ക് നടക്കുന്നതോടൊപ്പം അപ്പു ചോദിച്ചു. ഞങ്ങൾ മഴ തുടങ്ങിയപ്പോൾ തന്നെ എത്തി, ജ്വാലയാണ് അപ്പുവിനുള്ള മറുപടി കൊടുത്തത്. അതെ അതെ, നിങ്ങൾ വന്നതുപോലെ ആകെ നനഞ്ഞു കുളിച്ചാ വന്നതെന്ന് മാത്രം, ശ്രീജ ഒരു ആക്കിച്ചിരിയോടെ പറഞ്ഞു. അത് കേട്ട അപ്പു നേരത്തെ അഗ്നി അവനെ നോക്കിയതുപോലെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈ അത് മനസ്സിലായ പോലെ അഗ്നി അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. എന്തോ പിടികിട്ടിയതുപോലെ ഒരാക്കിയ തലയാട്ടിലോടെ അപ്പു പൊന്നുവിനെയും കൊണ്ട് മുകളിലേക്ക് നടന്നു. ജ്വാലയും ചിരിയോടെ തലതാഴ്ത്തി നിന്നു. വൈകുന്നേരമായപ്പോഴേക്കും മിനിയും തറവാട്ടിലേക്ക് എത്തി. മിനിയെ കൂടി കണ്ടതോടെ ജ്വാല പിന്നെ നിലത്തൊന്നും ആയിരുന്നില്ല. അച്ചമ്മയോടും അമ്മമ്മയോടും വാതോരാതെ വിശേഷങ്ങൾ പറയുന്ന പെണ്ണിനെ അഗ്നി പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. അവൾക്കുള്ളിൽ ഇപ്പോൾ ഒരു നേരിയ സങ്കടം പോലും ഇല്ലാന്നുള്ളത് അവനിലും സന്തോഷം നിറച്ചു. ഇനിയുള്ള നാളുകളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ അഗ്നിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ആരും സ്നേഹിക്കാനില്ലാതിരുന്ന ജ്വാലയ്ക്ക് ചുറ്റും ഇന്ന് അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ. ദിവസങ്ങൾ പതിയെ മുന്നോട്ടു പോയി. ഇന്നാണ് പൂരം, കൊടിയേറ്റ ദിവസം. രാവിലെ കൗസ്തുഭത്തിലുള്ള എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. രാത്രി 12 മണിക്കാണ് കൊടിയേറ്റം. ജ്വാല നല്ല സന്തോഷത്തിലായിരുന്നു. അവളിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. മംഗലത്ത് വെച്ച് ഇതുപോലുള്ള വിശേഷങ്ങൾക്കൊക്കെ കുടുംബത്തോടൊപ്പം പോകണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആരും അവളെ അതിനനുവദിച്ചിരുന്നില്ല. വീട് അടച്ചിട്ട് പോയ കള്ളന്മാരെങ്ങാനും കയറിയാലോ എന്ന് പറഞ്ഞ് അവളെ തറവാട്ടിൽ തന്നെ തനിച്ചാക്കി പോവാറാണ് മിക്കപ്പോഴും പതിവ്. ഇടയ്ക്കെല്ലാം പൊന്നു എല്ലാവരോടും വഴക്കിട്ട് ജ്വാലയ്ക്ക് തുണയ്ക്ക് വന്നിരിക്കും. അല്ലാത്തപ്പോഴെല്ലാം ആ വലിയ തറവാട്ടിൽ ആ പെണ്ണ് തനിച്ചായിരിക്കും, പേടി നിറഞ്ഞ മനസ്സുമായി. എന്നാൽ ഇന്ന് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ജ്വാല അന്നത്തെ ജ്വാലയുമായി ഒരു സാമ്യമില്ലാത്ത ആരോ ആണെന്ന് തോന്നിപ്പോയി പൊന്നുവിന്. അത്രയും സന്തോഷത്തോടെ മീനുവിൻ്റെ തങ്ങളുടെയും കൂടെ ഓടിച്ചാടി നടക്കുന്നൊരു പെണ്ണ്. അവളുടെ സന്തോഷം ആ കണ്ണുകളിലും വിടർന്ന ചുണ്ടിലും നോക്കിയാൽ ആർക്കും മനസ്സിലാവും. പൊന്നുവിൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ഓഫ് വൈറ്റ് ആൻഡ് റാണി പിങ്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ധാവണിയാണ് ജ്വാല ധരിച്ചിരിക്കുന്നത്. അച്ചമ്മ വാങ്ങിക്കൊടുത്തതാണ് അവൾക്കത്. കൂട്ടത്തിൽ പൊന്നുവിന് ഒരു കോഫി പിൻ കളർ ധാവണിയും മീനുവിന് ഒരു ബ്ലാക്ക് കളർ ധാവണിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേരെല്ലാം അതാണ് ഇട്ടിരിക്കുന്നത്. തറവാട്ടിലുള്ള ബാക്കി സ്ത്രീജനങ്ങളെല്ലാം സെറ്റ് സാരിയിലാണ്. ജ്വാലയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് ഋതുമോളും ഉണ്ട്. സമയം രാത്രി 12 മണി ആവാറാവുന്നതേയുള്ളൂ. ആളുകളെ കൊണ്ടുള്ള തിരക്ക് കാരണം പിള്ളേരെല്ലാം ആകെ ബുദ്ധിമുട്ടുന്നുണ്ട്. അഗ്നി, അപ്പവും വ്യാസും അടങ്ങുന്ന തറവാട്ടിലെ പുരുഷജനങ്ങളെല്ലാം ഓരോ തിരക്കുകളിലാണ്. അവരെല്ലാം നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോന്നതുകൊണ്ട് ജ്വാല അഗ്നിയെ രാവിലെ കണ്ടതിന് ശേഷം പിന്നീട് കണ്ടിട്ടില്ല. മുത്തശ്ശിമാർ രണ്ടും തിരക്കിലേക്കില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുമില്ല. അവര് തറവാട്ടിൽ തന്നെയാണ് ഉള്ളത്. എല്ലാവർക്കും ഒപ്പം നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ആണുങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നീളുന്നുണ്ട്. പക്ഷെ അഗ്നിയെ അവൾ കണ്ടില്ല. ഇടയിൽ എപ്പോഴോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പുറകിലുണ്ടെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായത്. ആരൊക്കെയോ ദേഹത്ത് തട്ടുന്നത് പോലെ. ജ്വാല ആകെ വെപ്രാളപ്പെട്ടു. തിക്കിലും തിരക്കിലും അവൾ അല്പം പുറകിലേക്ക് പോയിട്ടുണ്ട്. അതുവരെ ശ്രീജയുടെ, രേഖയുടെ, മാനസിയുടെ എല്ലാം ഒപ്പം ഉണ്ടായിരുന്നവളാണ്. ഇടയ്ക്ക് ഋതു കരഞ്ഞപ്പോൾ മാനസി അവളെ ജ്വാലയുടെ കയ്യിൽ നിന്ന് എടുക്കുകയും ചെയ്തു. കൂടെ തന്നെ നിൽക്കാൻ അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു മാനസി. എന്നാൽ തിരക്കിൽപ്പെട്ട് എപ്പോഴാണ് താൻ പുറകിലേക്ക് എത്തിയതെന്ന് പോലും ജ്വാലയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ പേടിയോടെ മുന്നോട്ട് നോക്കി. മറ്റുള്ളവരെല്ലാം അവൾക്ക് നോക്കിയാൽ കാണുന്നിടത്താണെങ്കിലും അല്പം മുന്നിലാണ്. ജ്വാലയുടെ ശരീരം എന്തിനോ വിറയ്ക്കാൻ തുടങ്ങി. അവളെ മുന്നിലെ സ്ത്രീകളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അത്രയും തിരക്കായിട്ടുണ്ട്. ദേവേട്ട, പേടിയോടെ അവളുടെ കൈകൾ ധാവണിക്കുള്ളിൽ കിടക്കുന്ന താലിമാലയിൽ മുറുകി. അതെ പിള്ളേരെ, ഈ തിരക്കിലിങ്ങനെ നിൽക്കാതെ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് മാറി നിന്നോളൂ എല്ലാവരും, അല്ലെങ്കിൽ ഈ കൂട്ടം തെറ്റിപ്പോവും, മായ മീനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അമ്മ, മീനു സമ്മതഭാവത്തിൽ പറഞ്ഞുകൊണ്ട് പൊന്നുവിന്റെ കൈ പിടിച്ചു. എന്താടി? പൊന്നു ചോദിച്ചു. അത് അമ്മ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ, തിരക്ക് കണ്ടില്ലേ, എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നു, മീനു പറഞ്ഞു. ആ അത് ശരിയാ, നീ വാ, അതും പറഞ്ഞ് പൊന്നു മീനുവിന്റെ കൈ പിടിച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ പൊന്നു പുറകിലേക്ക് നോക്കി. ശ്രീജയുടെ അരികിൽ ജ്വാലയെ നോക്കുകയാണ് അവള്.
ഇല്ല, അവിടെയെങ്ങും അവളില്ല. എടി മീനു, ജ്വാല എവിടെ? പൊന്നു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏ, ഏട്ടത്തി എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മീനു അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഉണ്ടായിരുന്നല്ലോന്നോ? എടി അവളെവിടെ? അഗ്നേട്ടൻ പ്രത്യേകം പറഞ്ഞതാ അവളെ കൂടെ തന്നെ നിർത്തണോന്ന്. പൊന്നു മീനുവിനോട് ദേഷ്യപ്പെട്ടു. അതിന് ഞാനെന്താ ചെയ്തേ? അവള് ഋതുവിനെ എടുത്ത് ശ്രീചേട്ടത്തിയോടൊപ്പം നിന്നിട്ടല്ലേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ വന്നില്ലല്ലോ. മീനുവിനും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. എടി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. വേഗം ജ്വാലയെ കണ്ടുപിടിക്ക്. അറിയാത്ത സ്ഥല, അവള് പേടിക്കും. പൊന്നു പേടിയോടെ ചുറ്റും ജ്വാലയെ തിരഞ്ഞു. എന്റെ കുട്ടിയോളെ, അങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കുന്ന്. തിരക്ക് കണ്ടില്ലേ? മായ ഒന്നുകൂടി പറഞ്ഞു. അമ്മേ, ജ്വാല എവിടെ? ഏട്ടത്തിക്കും മാനസ ചേച്ചിക്കും ഒപ്പം അല്ലായിരുന്നു അവള്? മീന ചോദിച്ചു. ആ, അവൾ അവർക്കൊപ്പം തന്നെ ഉണ്ടാവും, മായ പറഞ്ഞു. ഇല്ല അമ്മേ, അമ്മ പുറകിലേക്ക് നോക്കിയേ, അവിടെ ജ്വാലയില്ല. മീനു പറഞ്ഞതും മായ ആൾക്കൂട്ടത്തിനിടയിലൂടെ തൊട്ടു പുറകിലേക്ക് നോക്കി. പറഞ്ഞതുപോലെ ജ്വാലയെ മാത്രം കാണാനില്ല. മായയുടെ മുഖത്ത് പെട്ടെന്ന് പകപ്പ് നിറഞ്ഞു. ഏട്ടത്തി, ജ്വാലമോൾ എവിടെ? മായ ചിത്തുവിനോട് ചോദിച്ചു. മോളോ? മോള് ശ്രീജയ്ക്കൊപ്പല്ലേ? ചിത്തു ചോദിച്ചു. ഒപ്പം പുറകിലേക്ക് നോക്കി. അവളെ മാത്രം അവിടെ കാണാനില്ല. ശ്രീജയും മാനസിയും അവരുടെ നോട്ടം കണ്ടപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് തന്നെ. അയ്യോ, ജ്വാല എവിടെ? ശ്രീജയും പേടിയോടെ ചോദിച്ചു. എല്ലാവരിലും ഭീതി നിറഞ്ഞു. അപ്പോഴേക്കും ചെണ്ടകൊട്ട് തുടങ്ങിയതോടെ ക്ഷേത്രം മൊത്തത്തിൽ അതിന്റെ ബഹളമായി. ആളുകൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിത്തിരക്കാൻ തുടങ്ങി. ഒരുവിധം കൗസ്തുഭത്തിലുള്ളവരെല്ലാം തിരക്കിന്ന് അല്പം നീങ്ങി നിന്നു. പക്ഷെ അപ്പോഴും എല്ലാവരും ജ്വാലയെ തിരയുന്നുണ്ടായിരുന്നു. എന്റെ ദേവി, എന്റെ മോളെവിടെ? ചിത്തൂന്റെ കണ്ണ് നിറഞ്ഞുപോയി. തന്റെ പുറമേനിയിൽ ഏതോ ഒരുവന്റെ നെഞ്ചു തട്ടുന്നത് ജ്വാല അറിഞ്ഞു. അവള് പേടിയോടെ അല്പം നീങ്ങി നിന്നു നോക്കി. തിക്കിലും തിരക്കിലും അവൾ ഒരുപാട് പുറകിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നിടത്ത് നിന്ന് അവൾക്കൊട്ടുമേ നീങ്ങാൻ പറ്റാത്തതുപോലെ. ജ്വാലയുടെ കണ്ണുകൾ ചുറ്റും അഗ്നിയെ തിരഞ്ഞു. ഇല്ല, കാണുന്നില്ല. ദേവേട്ട എവിടെയാ? എനിക്ക് പേടിയാവുന്നു. അവളുടെ തൊണ്ടയിൽ നിന്നൊരു ഗദ്ഗതം ഉയർന്നു വന്നു. പിറകിൽ നിൽക്കുന്നവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നത് ആരെന്ന് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കൂട്ടത്തിൽ ചില ആഭാസന്മാരും ഉണ്ട്. ചെണ്ടകൊട്ടിന്റെ ശബ്ദം മുറുകി. ജ്വാല കിടുകിടെ വിറച്ചു. പുറകിൽ നിൽക്കുന്നവരിൽ നിന്നും മദ്യത്തിന്റെ സ്മെല്ല് ഉയരുന്നുണ്ട്. എടാ, ഏതാടാ ഈ മുതല്? ജ്വാലയെ നോക്കി വഷളച്ചിരിയോട് ഒരുവൻ അടുത്ത് നിൽക്കുന്നവനോട് ചോദിച്ചു. അവനും അപ്പോഴാണ് അവളെ നോക്കുന്നത്. ഏ, ഇതാരാടാ? എനിക്കറിയില്ല. ഇവിടെയെങ്ങും ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അയാളും പറഞ്ഞു. ഇവിടെയുള്ളവരുടെ ആരുടെയെങ്കിലും കുടുംബമായിരിക്കും. പൂരം കൂടാൻ വന്നതാവും. എന്തായാലും കൊള്ളാം. നോക്കിയേ, നല്ലൊരു കിളിന്തു പെണ്ണ്. അവൻ ചുണ്ട് നാവുകൊണ്ടൊന്ന് നനച്ചു. മറ്റവനിലും എന്തൊക്കെയോ വൃത്തികെട്ട ഭാവം അയാൾ തന്റെ കൂട്ടുകാർക്കും ജ്വാലയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മുട്ടി നോക്കിയാലോ? ഒരുത്തൻ ചോദിച്ചു. വേണോടാ വിഘ്നേഷേ, ഇങ്ങനെ കണ്ടിട്ടുള്ള ആസ്വാദനം പോരെ? കൂട്ടത്തിൽ അല്പം ബോധമുള്ളവൻ പറഞ്ഞു. പിന്നെ ഇങ്ങനൊന്നിനെ കണ്ട് വെറുതെ വിടാനോ? നീ മിണ്ടാതിരിക്കു ഗോപ, വിഘ്നേഷ് പറഞ്ഞു. അതോടെ ഗോപൻ അടങ്ങി. അവരുടെ സംസാരം പതിയായതുകൊണ്ട് ജ്വാല അത് കേട്ടിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് വിഘ്നേഷ് അവളുടെ പുറത്തേക്ക് ചാരി നിന്നതും ജ്വാല ഞെട്ടിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. ആ, വീഴല്ല മോളെ, ചേട്ടൻ പിടിക്കാ. അയാൾ പെട്ടെന്ന് ജ്വാലയുടെ ഇരുതോളിലും കൈമുറുക്കിക്കൊണ്ട് അവളെ നേരെ നിർത്തി. ജ്വാല വിറങ്ങലിച്ച് നിന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവള് പെട്ടെന്ന് അയാളുടെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്ക് അവനും അവന്റെ കൂട്ടുകാരും ജ്വാലയ്ക്ക് ചുറ്റും എത്തിയിരുന്നു. ഒരു വേള ജ്വാലയുടെ ശ്വാസം നിലച്ചുപോയി. മുന്നിൽ നിൽക്കുന്നവരുടെ ഭാവം, ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ചൂഴ്ന്നുള്ള നോട്ടം. ജ്വാലയുടെ ചുണ്ടുകൾ വിതുമ്പി. എന്നാൽ ആ ചുണ്ടിലേക്ക് പോലും ഒരാസക്തിയോടെ നോക്കിപ്പോയി വിഘ്നേഷ്. മാറി മാറി നിൽക്ക്, എനിക്ക് പോണം. പേടിയോടെ വിറച്ച് വിറച്ച് ജ്വാല പറഞ്ഞു. വിഘ്നേഷിന് ആ പെണ്ണിന്റെ പേടി വല്ലാതെ ഇഷ്ടപ്പെട്ട മട്ടാണ്. വേട്ടക്കാരന് മുന്നിൽ പെട്ടുപോയ മാൻപേടയെ പോലെ ഒരുവൾ. അവളുടെ പേടിച്ചിരണ്ട മുഖം, ഉഫ്. വിഘ്നേഷ് ഒന്ന് കുളിർന്നു പോയി. മോൾക്ക് എങ്ങോട്ടാ പോവേണ്ടെന്ന് പറഞ്ഞാൽ മതി, ചേട്ടന്മാര് കൊണ്ടാക്കി തരാലോ, അല്ലേടാ ഗിരി? വിഘ്നേഷ് കൂട്ടുകാരിൽ ഒരുവനോട് ചോദിച്ചു. അതേടാ, രാത്രി സമയത്ത് പെൺകുട്ടികൾ ഇങ്ങനെ തനിച്ചു പോവാൻ പാടില്ല. അതുകൊണ്ട് കൊച്ചിങ്ങോട്ട് വാ, എങ്ങോട്ടാ പോണ്ടേന്ന് വെച്ചാ ചേട്ടന്മാര് കൊണ്ടാക്കി തരാം, ഗിരിയും പറഞ്ഞു. ഒരു വഷളച്ചിരിയോടെ വിഘ്നേഷ് ജ്വാലയുടെ കയ്യിൽ കയറിപ്പിടിച്ചു. ജ്വാല ഞെട്ടിപ്പോയി. വിട്, വിടെന്നെ, അവൾ കുതറി. ആ, പിടയ്ക്കാതെ മോളെ, ചേട്ടന്മാര് വീട്ടിലാക്കി തരാം. എടാ ധനേഷെ, അവളുടെ വാ പൊത്തടാ. വിഘ്നേഷ് മുരണ്ടു. ധനേഷ് പെട്ടെന്ന് ജ്വാലയുടെ വാ പൊത്തി പിടിച്ചു. ആ സമയം കൊണ്ട് വിഘ്നേഷിന്റെ ഫ്രണ്ട്സ് എല്ലാം ജ്വാലയ്ക്ക് ചുറ്റും വട്ടം നിന്നു. വിഘ്നേഷ് ജ്വാലയെ അങ്ങനെ തന്നെ എടുത്ത് പെട്ടെന്ന് കൂട്ടുകാർക്കൊപ്പം ഇരുട്ടിലേക്ക് നീങ്ങി നിന്നു. ആരും ശ്രദ്ധിക്കാതെ. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉള്ളിൽ പേടി. ദേവേട്ട, അവൾക്ക് അലറി കരയാൻ തോന്നി. അവനീന്ന് കുതറി നോക്കി. പക്ഷെ കാര്യമുണ്ടായില്ല. വിഘ്നേഷ് അവളെ നിലത്ത് നിർത്തി. ഇപ്പോൾ അമ്പലത്തിന്റെ പുറകുവശത്തായിട്ടാണ് അവരുടെ നിൽപ്പ്. എടാ, അവളുടെ വായിന്ന് കൈയെടുക്ക്, വിഘ്നേഷ് പറഞ്ഞു. ധനേഷ് അവളുടെ വായിന്ന് കൈയെടുത്ത് ജ്വാലയെ ആകെ ഒഴിഞ്ഞു നോക്കി. ജ്വാല തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ കണ്ണു നിറച്ച് നോക്കി. ഒന്നും ചെയ്യല്ലേ, പേടിയാ, പോ ദേവേട്ട, അവള് തേങ്ങിക്കൊണ്ട് വിളിച്ചു. ദേവേട്ടനോ? അതാരാ മോളെ?
ആ, ആരെങ്കിലും ആവട്ടെ. മോളിപ്പോ കുറച്ചു നേരം ചേട്ടന്മാരോട് സഹകരിച്ച് നിൽക്ക്. കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നിന്നെ നിന്റെ ദേവേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി തരാം. ഗിരി ജ്വാലയുടെ ശരീരമാകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല ധാവണി കൊണ്ട് തന്റെ ശരീരം ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. പെട്ടെന്ന് വിഘ്നേഷ് അവളുടെ തോളിൽ കൈവച്ചു. ഞെട്ടിക്കൊണ്ടവൾ അവനെ നോക്കി. അവന്റെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. ദേവേട്ട. ജ്വാല കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത നിമിഷം അഗ്നിയുടെ ചിരിക്കുന്ന മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും കണ്ണുകൾ വെട്ടി തുറന്നുകൊണ്ട് ജ്വാല വിഘ്നേഷിന്റെ കൈതട്ടി മാറ്റി അവന്റെ കവിളിൽ വീശിയടിച്ചു. അങ്ങനൊരു നീക്കം പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് തന്നെ വിഘ്നേഷ് ഞെട്ടിപ്പോയി. അവൻ അറിയാതെ തന്നെ അവന്റെ കൈകൾ കവിളിൽ അമർന്നു. ഗോപനും ഗിരിയും ദിനേശുമെല്ലാം പകച്ചുകൊണ്ട് ജ്വാലയെ നോക്കി. എന്റെ ദേഹത്ത് തൊട്ടാ കൊന്നു കളയും ഞാൻ. കണ്ണ് നിറയുന്നുണ്ടെങ്കിലും ജ്വാല അലറിക്കൊണ്ട് പറഞ്ഞു. ഡീ. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം വിഘ്നേഷ് ജ്വാലയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വേദനയോടെ അവളുടെ ചുണ്ടുകൾ വിടർന്നു വന്നു. കണ്ണുകൾ നിറഞ്ഞു. എടി പുന്നാര മോളെ, നീ എന്നെ അടിക്കുമല്ലേ? നിന്നെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ് വിഘ്നേഷ് പെട്ടെന്ന് ജ്വാലയുടെ ധാവണിയുടെ ദുപ്പട്ടയിൽ കൈമുറുക്കി. ജ്വാല നടുങ്ങിപ്പോയി. തുടരും.